ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ക്രിസ്മസ് തീം കേക്ക്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 3 മുട്ട, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ വാനില എസൻസ്, 1/4 സ്പൂൺ സാൾട്ട്, 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1 കപ്പ് മൈദ, പിന്നെ പൊടിച്ച ഷുഗർ 3/4 കപ്പ്. അപ്പോൾ നമുക്ക് എല്ലാ പൗഡർ ഇൻഗ്രീഡിയൻസും അരിച്ചെടുക്കാം. എല്ലാം ഒരുമിച്ചിട്ടിട്ട് 3 പ്രാവശ്യം നമ്മൾ അരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കറക്റ്റായിട്ട് അരിച്ചെടുത്ത് എല്ലാം മിക്സപ്പ് ആയതിനു ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾ പർപ്പസ് ഫ്ലോറിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് മിക്സപ്പ് ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ലൊരു സോഫ്റ്റ് കേക്ക് കിട്ടുള്ളൂ. എഗ്ഗ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് വാനില എസൻസ് നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് പൗഡർ ഷുഗർ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൗഡർ ഷുഗർ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് അതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കട്ട പിടിക്കും. അതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് നിർത്താം. ഇനി അതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് സ്പാറ്റിൽ ഉപയോഗിച്ച് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. അത് ഒരു സൈഡിലേക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് കറക്റ്റ് ആയിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിലോട്ട് നമുക്ക് ചുറ്റും ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ അതിലൊരു ബേക്കിംഗ് ഷീറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൈദ പൗഡറൊന്ന് ഇട്ടിട്ട് എക്സസ് ഉള്ള പൗഡറെല്ലാം ജസ്റ്റ് നമുക്കൊന്ന് തട്ടി കളയാം. ഇനി അതിലോട്ട് നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. മിക്സിലെ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. ചുറ്റൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയർ ആയിക്കോളും. കുക്കിംഗ് റേഞ്ച് ഓവനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് 5 മിനിറ്റ് നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 40 മിനിറ്റ്സാണ് ബേക്കിംഗ് ടൈം. കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്കിവിടെ വിപ്പിംഗ് ക്രീം ചെയ്യാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തർക്കും അവരുടെ ഡെക്കറേഷൻ്റെ ഇതനുസരിച്ച് കൂട്ടാം. ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം, കുറവ് കൊടുക്കാം. അപ്പോൾ നല്ല സ്പീഡിൽ അത് ബീറ്റ് ചെയ്ത് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പരുവത്തിലാവണ വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ വിപ്പിംഗ് ക്രീം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം. 3/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ഷുഗർ ഇട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ കേക്ക് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ പാകം കറക്റ്റാണോ എന്ന് നമുക്കൊരു ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കുത്തി നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാം നമുക്ക് വേറെ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വേവ് കറക്റ്റാണ്.
അപ്പോൾ പാകമായ കേക്ക് നമുക്കൊരു പ്ലേറ്റിലോട്ട് തട്ടാം. എന്നിട്ട് അതിന്മേലുള്ള ബേക്കിംഗ് ഷീറ്റ് എടുത്ത് കളയാം. അപ്പോൾ ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് മുകളിൽ നിൽക്കുന്ന ഭാഗം കുറച്ച് നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് കറക്റ്റായ ഷേപ്പ് കറക്റ്റായ ലെവലിലാക്കാം. നമുക്ക് ഈ കേക്കിനെ 2 ലെയറായിട്ട് മുറിച്ചെടുക്കാം. പ്ലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കേക്കിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ വേറൊരു കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ ജസ്റ്റ് കത്തി കൊണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഈ ത്രെഡ് ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 2 പീസായിട്ട് കിട്ടും. കേക്ക് ബേസിൽ നിന്ന് കേക്ക് സ്ലിപ്പാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഒരു ലെയർ കേക്ക് വയ്ക്കുക, അതിലോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഓരോ ലെയർ വയ്ക്കുമ്പോഴും ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, വിപ്പിംഗ് ക്രീം ചെയ്യുക. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് കൂട്ടാം. അപ്പോൾ അതിനനുസരിച്ച് ലെയർ കൂട്ടേണ്ടി വരും. അപ്പോൾ കേക്ക് മുഴുവൻ നമുക്ക് വിപ്പിംഗ് ചെയ്യാം. അപ്പോൾ ക്രിസ്മസ് തീം കേക്ക് ആയതുകൊണ്ട് നമ്മൾ റെഡ് കളറും ഗ്രീൻ കളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലോട്ട് റെഡ് കളർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഗ്രീൻ കളർ നമുക്ക് ഗ്രീൻ കളർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കളറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോസിൽ ഉപയോഗിച്ചിട്ട്
ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഓരോ ഡിസൈനുകൾ നമുക്ക് ചെയ്യാം. പിന്നെ അതിലോട്ട് നമുക്ക് ടോപ്പിങ്സ് ചേർത്ത് കൊടുക്കാം. ക്രിസ്മസ് ട്രീ ഞാൻ ഉണ്ടാക്കുന്നത് ഐസ്ക്രീമിൻ്റെ കോണുമ്മേ ഈ ഗ്രീൻ കളർ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ ഡെക്കറേഷനെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.